ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. മക്കളെ, നമുക്ക് നാമം ചൊല്ലാം. ആദ്യമേ ഗണപതി ഭഗവാനെ കൊണ്ട് തന്നെ ചൊല്ലാം. എന്നും ഗണപതി ഭഗവാനെയും സരസ്വതിയും കണ്ട് ചൊല്ലിട്ട് വേണം ബാക്കിയെല്ലാം ചൊല്ലാൻ. ഞാൻ പിന്നെ എന്നും ഇവിടെ രാവിലെയൊക്കെ ചൊല്ലുന്നുണ്ടാ ഏതെങ്കിലുമൊക്കെ ചൊല്ലുന്നത്. മക്കളത് പഠിക്കണം. എപ്പോഴും ഭഗവാനെ പ്രഥമ പൂജിതനാ ഗണപതി ഭഗവാൻ. ഹരിശ്രീ ഗണപതയെ നന്നായാലും മതി. അത് ചൊല്ലിയില്ലെങ്കിൽ ഗണപതി ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമം. നമുക്കിപ്പോൾ തോനെ നാമങ്ങളൊന്നുമില്ല, നമുക്ക് എന്നും ചൊല്ലുന്നതിനെ ചൊല്ലാം. അമ്മേ നാരായണ ചൊല്ലിയാലും മതി ദേവിയെ പറ്റിയുള്ളത്, നാമങ്ങളില്ലെങ്കിൽ. അപ്പോൾ ആദ്യമേ നമുക്ക് ഗണപതി ഭഗവാനെ കൊണ്ട് തന്നെ ചൊല്ലണം. അത് ചൊല്ലാം. ഗണേശ്വര മഹാപ്രഭോ ആദിദേവ വന്ദിത ദയാപരാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം സകല വിഘ്നനാശന ആദിപൂജ്യ വന്ദിത പരമ പുണ്യപാവന ഭജാമ്യഹം നമാമ്യഹം ഗജാനന ഭക്തേശ്വര മംഗളപ്രദായക സർവപാപനാശന ഭജാമ്യഹം നമാമ്യഹം ദുഃഖദുരിതനാശന പരമഭക്തരക്ഷക പാലയ കൃപാകര ഭജാമ്യഹം നമാമ്യഹം ഗണേശ്വര മഹാപ്രഭു ആദിദേവ വന്ദിത ദയാപരാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം സകല വിഘ്നനാശന ആദിപൂജ്യ വന്ദിത പരമ പുണ്യപാവന ഭജാമ്യഹം നമാമ്യഹം ഗജാനന ഭക്തേശ്വര മംഗളപ്രദായക സർവപാപനാശന ഭജാമ്യഹം നമാമ്യഹം ദുഃഖദുരിതനാശന പരമഭക്തരക്ഷക പാലയ കൃപാകര ഭജാമ്യഹം നമാമ്യഹം ഗണേശ്വര മഹാപ്രഭു ആദിദേവ വന്ദിത ദയാപരാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ഗണപതി ഭഗവാനെ കൊണ്ട് സ്തുതിച്ചാൽ നമ്മുടെ സർവ്വ ദുരിതത്തിനെല്ലാം എല്ലാം വിഘ്ന തടസ്സങ്ങളെല്ലാം മാറ്റിത്തരുന്ന ഭഗവാനാണ്. നമുക്ക് എന്തെങ്കിലും ദോഷ ദുരിതങ്ങൾക്ക് അതെല്ലാം ഭഗവാനെ പ്രാർത്ഥിച്ച എല്ലാം മാറ്റി. വിഘ്നേശ്വരൻ എന്ന് വെച്ചാൽ വിഘ്നങ്ങളെ തടസ്സങ്ങളെയൊക്കെ മാറ്റുന്ന ഭഗവാനാണ്. അതുകൊണ്ട് ഭക്തേശ്വര ഭക്തന്മാരുടെ ഈശ്വരൻ, സർവപാപത്തെ നശിപ്പിക്കുന്നവൻ, പരമഭക്തരക്ഷകനാണ്. അങ്ങനെയുള്ള ഭഗവാനെ പാലയ കൃപാകര ഭജാമ്യഹം നമാമ്യഹം നമ്മൾ ഭജിക്കുന്നു. അഹം ഞാൻ അങ്ങനെയുള്ള ഭഗവാനെ അഹം നമിക്കുന്നു, സ്തുതിക്കുന്നു എന്നാണ് അത്. നമുക്കിനി ദേവിയെ പറ്റി ചൊല്ലാം. അമ്മേ നാരായണ ചൊല്ലലും മതി, അല്ലെങ്കിൽ പാലയ പാലയുള്ള നാമമായാലും മതി. പാലയ 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 മാം ദേവി പാലയ 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 മാം പാലയ 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 മാം ദേവി പാലയ 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 മാം മംഗളകാരിണി പാലയ മാം അമ്മേ സങ്കടനാശിനി പാലയ മാം മംഗളകാരിണി പാലയ മാം അമ്മേ സങ്കടനാശിനി പാലയ മാം ദുഃഖവിനാശിനി പാലയ മാം അമ്മേ ദുരിതവിനാശിനി പാലയ മാം സങ്കട വൻകടൽ മാറ്റി അടിയനെ പാലയ 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 മാം അമൃതക്കടലേ ജ്ഞാനസ്വരൂപേ ലോകമാതാ പരാശക്തി കൽമഷമെല്ലാം മാറ്റി അടിയനെ പാലയ 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 മാം പാലയ 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 മാം ദേവി പാലയ 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 മാം മംഗളകാരിണി പാലയ മാം അമ്മേ സങ്കടനാശിനി പാലയ മാം അറിവിനും അറിവായി വിളങ്ങും ദേവി നാദരൂപിണി വീണാപാണി
മായാ ഭഗവതി ആദിപരാശക്തി പാലയ 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 മാം. അറിവിനും അറിവായി വിളങ്ങും ദേവി നാദരൂപിണി വീണാപാണി. മായാ ഭഗവതി ആദിപരാശക്തി പാലയ 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 മാം. അമൃതവർഷിണി ചിന്മയീ ദേവി ബ്രഹ്മസ്വരൂപേ നിത്യാനന്ദേ. അടിയന്റെ നാവിൽ വിളങ്ങണമമ്മേ പാലയ 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 മാം. അമൃതവർഷിണി ചിന്മയീ ദേവി ബ്രഹ്മസ്വരൂപേ നിത്യാനന്ദേ. അടിയന്റെ നാവിൽ വിളങ്ങണമമ്മേ പാലയ 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 മാം. പാലയ 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 മാം ദേവി പാലയ 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 മാം. മംഗളകാരിണി പാലയ മാം അമ്മേ സങ്കടനാശിനി പാലയ മാം. മംഗളകാരിണി പാലയ മാം അമ്മേ സങ്കടനാശിനി പാലയ മാം. പാലയ 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 മാം ദേവി പാലയ 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 മാം. മംഗളകാരിണി പാലയ മാം അമ്മേ സങ്കടനാശിനി പാലയ മാം. നമുക്ക് കൃഷ്ണനെ കൊണ്ടൊരു പുതിയ നാമം, അത് അത്രയ്ക്ക് എനിക്ക് ശീലമായില്ല. അത് വല്ലാത്തൊരു രാഗവും, എന്തൊരു രാഗമെന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലൊക്കെ ഉള്ളൊരു രാഗം, നമ്മൾ പല പാട്ടുകളും കേട്ടുള്ളൊരു ഒരു ഏതോ ഒരു ടൂണ് അങ്ങനെയാണ്. അത് നമുക്ക് പാടി പഠിക്കണം. എന്നാലൊന്ന് പാടി നോക്കാം ഒക്കുമെന്ന്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മുരളീധര മധുമോഹന രൂപ യദുകുലവീര ഗോകുലപാല. മുരളീധര മധുമോഹന രൂപ യദുകുലവീര ഗോകുലപാല. മുരളീധര മധുമോഹന രൂപ യദുകുലവീര ഗോകുലപാല. ഇന്ദ്രദർപ്പ ഹരണം നടത്തിയ വൈകുണ്ഠവാസ ശ്രീവാസുദേവ. ഇന്ദ്രദർപ്പ ഹരണം നടത്തിയ വൈകുണ്ഠവാസ ശ്രീവാസുദേവ. മുരളീധര മധുമോഹന രൂപ യദുകുലവീര ഗോകുലപാല. മുരളീധര മധുമോഹന രൂപ യദുകുലവീര ഗോകുലപാല. ഗോവർദ്ധനഗിരി വിരലിൽ നിർത്തിയ ഗോപകുമാരനെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഗോവർദ്ധനഗിരി വിരലിൽ നിർത്തിയ ഗോപകുമാരനെ വാഴ്ത്തി സ്തുതിക്കുന്നു. മുരളീധര മധുമോഹന രൂപ യദുകുലവീര ഗോകുലപാല. മുരളീധര മധുമോഹന രൂപ യദുകുലവീര ഗോകുലപാല. പർവ്വതം ഭേദിച്ചു പ്രത്യക്ഷമായി കണ്ട നാരായണനെ വാഴ്ത്തി സ്തുതിക്കുന്നു. പർവ്വതം ഭേദിച്ചു പ്രത്യക്ഷമായി കണ്ട നാരായണനെ വാഴ്ത്തി സ്തുതിക്കുന്നു. മുരളീധര മധുമോഹന രൂപ യദുകുലവീര ഗോകുലപാല. മുരളീധര മധുമോഹന രൂപ യദുകുലവീര ഗോകുലപാല. അതെന്താന്ന് മക്കളെ ആ പാട്ട്? ഭഗവാന് ഇന്ദ്രന് അഹങ്കാരം വന്നപ്പം ഭഗവാൻ യാഗം ഗോവർദ്ധന പർവ്വതത്തിന് യാഗം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു പിതാവിനോട്. നമുക്ക് ഗോവർദ്ധന പർവ്വതമല്ലേ നമുക്ക് പശുക്കൾക്ക് പുല്ലൊക്കെ തരുന്നതും ആ പർവ്വതത്തിൽ നിന്നല്ലേ, അതുകൊണ്ട് നമുക്ക് യാഗം ഇപ്രാവശ്യം ഇന്ദ്രന് കഴിക്കണ്ട, ഇന്ദ്രനല്ല അതും തരുന്നത്. ഇതൊക്കെ പിന്നെ ആ നമ്മളെ സഹായിക്കുന്ന നമുക്കെല്ലാം എല്ലാ സസ്യങ്ങളെല്ലാം അവിടെ അല്ലേ വിളയുന്നത്. അങ്ങനെ യാഗം അവിടെ ചെയ്തപ്പോൾ ഇന്ദ്രന് അഹങ്കാരം വന്നു. എനിക്ക് തരേണ്ട യാഗം ഒന്ന് പർവ്വതത്തിനുള്ളത്, എന്നാൽ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി മേഘത്തിനെ മൊത്തം വിളിച്ചുകൊണ്ട് പോയി അവരെ മുന്നേ പറഞ്ഞു വിട്ട് ഇന്ദ്രനും പുറകെ പോയി. 7 ദിവസം മുടങ്ങാതെ മഴ പെയ്യിച്ചു. ഭഗവാൻ എന്ത് ചെയ്ത് ഗോവർദ്ധന പർവ്വതമെടുത്ത് ഒരു വിരലിൽ തോണ്ടിയെടുത്ത് കുടയായി അങ്ങ് നിർത്തി. അതാണ്
അപ്പോൾ ഇന്ദ്രദർപ്പ ഹരണം, ഇന്ദ്രദർപ്പം വെച്ചാൽ അഹങ്കാരം, ഇന്ദ്രൻ്റെ അഹങ്കാരം ഹരണം ഇല്ലാതാക്കിയ വൈകുണ്ഠവാസൻ അല്ലയോ ഭഗവാൻ കൃഷ്ണൻ. അതാണ് അത്, ഇന്ദ്രദർപ്പ ഹരണം നടത്തിയ വൈകുണ്ഠവാസ ശ്രീവാസുദേവ. പിന്നെ അപ്പോൾ ഈ മഴ പെയ്യിപ്പിച്ച എന്തു വന്നു ഭഗവാൻ? ആ ഒരു വിരലിൽ തന്നെ, ആ കുഞ്ഞു വിരലിൽ തന്നെ ഇത് ഗോവർദ്ധനത്തെ കുടയായി നിർത്തി. അതാ ഗോവർദ്ധനഗിരി വിരലിൽ നിർത്തിയ ഗോപകുമാരനെ, അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ വാഴ്ത്തി സ്തുതിക്കണ്ടേ? എല്ലാവർക്കും 7 ദിവസം അഹോരാത്രം പകലും രാത്രിയും എല്ലാം ഒരുപോലെ ഭഗവാൻ ആ പർവ്വതം പൊക്കിക്കൊണ്ട് നിന്നില്ലേ? ആ പർവ്വതത്തിന് ആ കുടയായതിനകത്ത് സർവ്വ ഗോക്കളും കുട്ടികളും എല്ലാവരും അവിടെ തന്നെ നിന്നില്ലേ? പേമാരിയായിരുന്നു. പക്ഷേ ഇന്ദ്രൻ വന്ന് നോക്കിയപ്പോൾ എന്തുവാ, ഒരു തുള്ളി വെള്ളവും അവിടെ അങ്ങ് വീണതായിട്ടില്ല. അപ്പോൾ അവൻ്റെ അഹങ്കാരം മാറ്റി. എന്നിട്ട് പിന്നെ ഈ പൂജ ചെയ്ത് പർവ്വതത്തെ പൂജിക്കാൻ പറഞ്ഞപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷമായി. പർവ്വതത്തിനകത്ത് പർവ്വതം ഭേദിച്ച് ഇങ്ങനെ പർവ്വതത്തിന് എല്ലാ യാഗങ്ങളിലും അവിടെ ചെന്ന് പർവ്വതം ഇങ്ങനെ പിളർന്ന് അതിനകത്ത് ഭഗവാൻ കൃഷ്ണൻ ആ നാരായണൻ ഇങ്ങനെ പ്രത്യക്ഷമായി കൊടുത്ത നിവേദ്യങ്ങളെല്ലാം ഭഗവാൻ ഭക്ഷിച്ചു, എല്ലാം സ്വീകരിച്ചു. അപ്പോൾ അവിടെ അങ്ങനെ അവരെ വിശ്വസിപ്പിച്ചു. പർവ്വതം ഈശ്വരനായിട്ടാണ്, ഈശ്വരൻ സർവ്വത്തിലും ഉണ്ടല്ലോ. ഈ പരമാത്മാവ് ലോകം മൊത്തം നിറഞ്ഞിരിക്കല്ലേ? ഏത് കല്ലിലും മുള്ളിലും എവിടെ വെച്ച് പൂജിച്ചാലും ഭഗവാൻ അവിടെ ഉണ്ടെന്ന് നമുക്ക് അങ്ങനെയാണല്ലോ നമ്മുടെ ഹൈന്ദവ മതം. അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രൻ്റെ ഇതാണ് നല്ലൊരു നാമമാണ്. അത് അർത്ഥം അങ്ങനെ നമുക്ക് ചിന്തിക്കുമ്പോൾ നല്ലതാ. പർവ്വതം ഭേദിച്ചു പ്രത്യക്ഷമായി കണ്ട നാരായണനെ വാഴ്ത്തി സ്തുതിക്കുന്നു. അതുപോലെ ഗോവർദ്ധനഗിരി വിരലിൽ നിർത്തിയ ഗോപകുമാരനെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇന്ദ്രൻ്റെ ദർപ്പം, ഇന്ദ്രദർപ്പഹരണം നടത്തിയ വൈകുണ്ഠവാസ ശ്രീവാസുദേവ മുരളീധര മധുമോഹനരൂപ യദുകുലവീര ഗോകുലപാല. ഗോകുലത്തിലെ കുട്ടിയല്ലേ കണ്ണൻ, കൊച്ചു കണ്ണൻ. പിന്നെ അതുപോലെ യദുകുലത്തിലെ വീരനാ, വില്ലാളി വീരനല്ലേ? എന്താ അവിടെ നടത്തിയ ഈ കൊച്ചുകുട്ടി, എന്തൊക്കെയാ അത്ഭുതങ്ങൾ കാണിച്ച. അപ്പോൾ യദുകുലത്തിലെ വീരനാണ് ഭഗവാൻ കൃഷ്ണൻ. ഗോകുലത്തിലെ ആ കൊച്ചു കുട്ടിയുമാണ്, ഗോകുലപാലനാണ്, ഗോപാലനാണ്. എന്നാൽ മുരളീധരനാണ്, മുരളി ഊതുന്ന വേണു. മുരളീധര മധുമോഹനരൂപ യദുകുലവീര ഗോകുലപാല. മുരളീധര മധുമോഹനരൂപ യദുകുലവീര ഗോകുലപാല. നല്ലതല്ലേ ആ പാട്ട്? ഇന്ദ്രൻ്റെ ദർപ്പക എനിക്ക് ചൊല്ലാൻ മുഴുക്കത്തില്ല. ഇന്ദ്രദർപ്പഹരണം നടത്തിയ വൈകുണ്ഠവാസ ശ്രീവാസുദേവ. ഭഗവാൻ കൃഷ്ണൻ വൈകുണ്ഠനല്ലേ, വൈകുണ്ഠവാസനല്ലേ, ഭഗവാൻ നാരായണനല്ലേ? അപ്പോൾ ഇന്ദ്രൻ്റെ അഹങ്കാരമൊക്കെ പോയിട്ട് ഭഗവാന്റെ പാദത്തിൽ വന്ന് കിടന്ന് തൊഴുതില്ലേ? അവസാനം അഹങ്കാരമൊക്കെ പോയി നന്നായി വന്നില്ലേ? ഭഗവാൻ ആരാണെന്ന് ആദ്യം മനസ്സിലായില്ല. പരമാത്മാവ് ഭഗവാൻ വൈകുണ്ഠവാസൻ നാരായണനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് ചില്ലറക്കാരനല്ല, ഇത് ഒന്നൊന്നര ഒരു കൃഷ്ണനാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അല്ലെങ്കിൽ 7 ദിവസം ഒരുപോലെ ഒരു പർവ്വതം പിടിച്ചുകൊണ്ട് ഒരു വിരലിൽ നിന്നിട്ട് ഭഗവാൻ ഒരു കൈ കൊണ്ട് കുഴലും ഗാനവും ആലപിച്ച് എല്ലാവരും 7 ദിവസം രാത്രിയും പകലും ഒരുപോലെ നിന്ന് ആരെങ്കിലും അറിഞ്ഞോ അത്രയും വലിയ ഒരു കേമനാണ്, വില്ലാളി വീരൻ. കണക്ക് ഈ അർജുനൻ വില്ലാളി വീരൻ എന്ന് പറഞ്ഞ ഭഗവാൻ യദുകുല വീരനാണ്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് സന്തോഷം കൊണ്ടായി ഒരു നാമം എഴുതിയത്. എനിക്കിത് ഒന്നുകൂടെ ചൊല്ലിയാലും എനിക്ക് എത്ര ചൊല്ലിയാലും അത് മുഴുക്കത്തില്ല. അതാ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. അതിൻ്റെ പാട്ടിൻ്റെ ടൂണൊന്നും ശരിക്കും അങ്ങോട്ട്, എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ മതി. നമുക്കിനി അടുത്ത നാമം ചൊല്ലാം. നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു എത്ര സമയം വേണമെങ്കിലും അത്രയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നാമം ചൊല്ലണം, അത്ര തന്നെ. കൃഷ്ണ രാമ ഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന. കൃഷ്ണ രാമ ഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന. രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ. രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ. മർത്യനായി അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ. മർത്യനായി അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ. കൃഷ്ണ രാമ ഹരി നാരായണ ശ്രീവാസുദേവ മധുസൂദന. രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരി നാരായണ.
ഗോവർദ്ധനഗിരി കൈകളിലേന്തിയ ഗോപകുമാര മുരളീധര. ഗോവർദ്ധനഗിരി കൈകളിലേന്തിയ ഗോപകുമാര മുരളീധര. കൃഷ്ണ രാമ ഹരി നാരായണ ശ്രീവാസുദേവ മധുസൂദന. വനക്രീഡ ജലക്രീഡ ആനന്ദത്താൽ ഗോപികമാരെ രമിപ്പിച്ച നാരായണ. വനക്രീഡ ജലക്രീഡ ആനന്ദത്താൽ ഗോപികമാരെ രമിപ്പിച്ച നാരായണ. കൃഷ്ണ രാമ ഹരി നാരായണ ശ്രീവാസുദേവ മധുസൂദന. കൃഷ്ണ കൃഷ്ണ ഹരി നാരായണ ശ്രീവാസുദേവ മധുസൂദന. കൃഷ്ണ രാമ ഹരി നാരായണ ശ്രീവാസുദേവ മധുസൂദന. രാമ രാമ ജയ ജയ ഗോവിന്ദ. ശ്രീകൃഷ്ണ ഹരി നാരായണ. രാമ രാമ ജയ ജയ ഗോവിന്ദ. ശ്രീകൃഷ്ണ ഹരി നാരായണ. കൃഷ്ണ രാമ ഹരി നാരായണ ശ്രീവാസുദേവ മധുസൂദന. രാമ രാമ ജയ ജയ ഗോവിന്ദ. ശ്രീകൃഷ്ണ ഹരി നാരായണ. രാമ രാമ ജയ ജയ ഗോവിന്ദ. ശ്രീകൃഷ്ണ ഹരി നാരായണ. നമുക്ക് അടുത്തതും ഭഗവാനെ കൊണ്ട് ഗോവിന്ദ. ഇതൊക്കെ ഞാൻ എഴുതിയ നാമങ്ങളാ മക്കളെ. ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ. ഭക്തവത്സല ഗോവിന്ദ. പത്മലോചന ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ. ഭക്തവത്സല ഗോവിന്ദ. പത്മലോചന ഗോവിന്ദ. ശ്രീവാസുദേവ ഗോവിന്ദ. ശ്രീ മുരളീധര ഗോവിന്ദ. ശംഖുചക്രഗദ ഗോവിന്ദ. പീതാംബരധര ഗോവിന്ദ. ശ്രീവാസുദേവ ഗോവിന്ദ. ശ്രീ മുരളീധര ഗോവിന്ദ. ശംഖുചക്രഗദ ഗോവിന്ദ. പീതാംബരധര ഗോവിന്ദ. ഗോകുലപാല ഗോവിന്ദ. നന്ദകുമാര ഗോവിന്ദ. വൈകുണ്ഠവാസ ഗോവിന്ദ. ത്രിലോകാധിപ ഗോവിന്ദ. ഗോകുലപാല ഗോവിന്ദ. നന്ദകുമാര ഗോവിന്ദ. വൈകുണ്ഠവാസ ഗോവിന്ദ. ത്രിലോകാധിപ ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ. ഭക്തവത്സല ഗോവിന്ദ. പത്മലോചന ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ. ഭക്തവത്സല ഗോവിന്ദ. പത്മലോചന ഗോവിന്ദ. ഭക്തപരായണ ഗോവിന്ദ. മുക്തിദായക ഗോവിന്ദ. ശ്രീവത്സാംഗിത ഗോവിന്ദ. ഗോവത്സപ്രിയ ഗോവിന്ദ. ഭക്തപരായണ ഗോവിന്ദ. മുക്തിദായക ഗോവിന്ദ. ശ്രീവത്സാംഗിത ഗോവിന്ദ. ഗോവത്സപ്രിയ ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ. ഭക്തവത്സല ഗോവിന്ദ. പത്മലോചന ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ. രാമസഹോദര ഗോവിന്ദ. സീതാവല്ലഭ ഗോവിന്ദ. ഭാമാവല്ലഭ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ. രാമസഹോദര ഗോവിന്ദ. സീതാവല്ലഭ ഗോവിന്ദ. ഭാമാവല്ലഭ ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ. ഭക്തവത്സല ഗോവിന്ദ. പത്മലോചന ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ. ഭക്തവത്സല ഗോവിന്ദ. പത്മലോചന ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ. ഭക്തവത്സല ഗോവിന്ദ. പത്മലോചന ഗോവിന്ദ. ഇനി മക്കളെ നമുക്ക് വളരണ്ടേ? ഈ ലോക ജീവിതത്തിൽ നന്നായി വളരണം. എല്ലാ സുഖങ്ങളും വേണം. അതോടൊപ്പം അതിനേക്കാൾ ഉപരി ആത്മീയമായ വളർച്ചയും വേണം. അത് ആത്മീയമായ വളർച്ച ഉണ്ടെങ്കിലേ ഈ ലോക വളർച്ച നിലനിൽക്കൂ.
നേരെ ചൊവ്വയെ നിലനിന്ന് പോരണം, എന്നും ഒരുപോലെ നമുക്ക് ജീവിച്ചു പോകണ്ടേ. അപ്പോൾ എന്താ മുന്നിട്ട് വേണ്ടേ? ആത്മീയമായ വളർച്ച. അതുകൊണ്ട് നമുക്ക് ഏറ്റവും മുമ്പിൽ പരമാത്മാവിൽ ലയിക്കുക എന്നുള്ള വളർച്ച. അതിൻ്റെ പുറകെ സർവ്വസമ്പത്തും എന്ത് സുഖ ജീവിതങ്ങളെല്ലാം അതിൻ്റെ പുറകെ വന്നോളും. നമ്മുടെയൊക്കെ എന്താണ് ആവശ്യങ്ങൾ അതെല്ലാം ഭഗവാൻ നിറവേറ്റി. നമ്മൾ മുന്നേ അറിയേണ്ടത് എന്താണ്? ഈശ്വരനെ അറിയുക. നാം ആരാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ നമ്മെ തന്നെ ആനന്ദിക്കുക. നമ്മളിലാണ് ഈശ്വരൻ വസിക്കുന്നത്. നമ്മൾ കണ്ടെത്തുമ്പോഴാണ് അതിൻ്റെ പുറകെ എല്ലാം വന്നോളും. അതിന് വേണ്ടുന്ന തയ്യാറെടുക്കണം. നല്ല നല്ല സൽപ്രവർത്തികളും സജ്ജന സംഘം, അതുപോലെ എല്ലാ ഭഗവാനെ പ്രേമമാകുന്ന ഭക്തിയോട് ആരാധിക്കുക. എല്ലാ നന്മകളും എല്ലാ ഈ ജീവജാലങ്ങളോടെല്ലാം കരുണ കൃപ വേണം. സർവ്വതും എല്ലാം നമ്മളെ ജീവജാലങ്ങൾ മൊത്തം നമ്മൾ തന്നെയാണ്, നാം തന്നെയാണ് എല്ലാത്തിലും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ കൃപ നമ്മൾക്ക് വരും. എല്ലാ ജീവജാലങ്ങളും കാണുമ്പോൾ ഒന്നിനെയും ഉപദ്രവിക്കാനുള്ള മനസ്സുണ്ടാകത്തില്ല. ഞാൻ തന്നെയാണല്ലോ സർവ്വതും, എനിക്ക് നോവുന്നണക്കാണല്ലോ അതിനും നോവുന്നത് നമ്മൾ ചിന്തിക്കാൻ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. അതാണ് ഭഗവാൻ ഇഷ്ടം. അതങ്ങനെ ആയിത്തീരാനാണ് നമുക്ക് വളരണം എന്ന് പറയുന്നത്. വളരണം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം വളരണം. ദയ, കൃപ, ഇതും വളരണം. ഒരു ജീവജാലങ്ങളെ കാണുമ്പോൾ അത് നാം തന്നെയാണ് മനസ്സിലാക്കുമ്പോൾ അതും വളർന്നെങ്കിലേ വരത്തുള്ളൂ. അല്ലാതെ നമുക്ക് ആത്മീയമായ ഈശ്വരനെ മാത്രം കണ്ടറിയണം, അതുപോലെ തന്നെ ഈ ലോക സുഖങ്ങളും വരണം, അത് മാത്രമല്ല. നമുക്ക് ഇതൊക്കെ ഈ ചട്ടവട്ടങ്ങളെല്ലാം ഇതെല്ലാം ഏടാകൂടങ്ങളെല്ലാം ഒത്തു വന്നെങ്കിൽ നമുക്ക് ആ വളർച്ച നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ പുറമേ വേണ്ടേ? എല്ലാത്തിലും എല്ലാം എൻ്റെ എന്നുള്ള മമത ഇല്ലാതെ സർവ്വവും നാം തന്നെയാണ്. ഇവിടെ എൻ്റെ കുട്ടി, എൻ്റെ വീട് എന്നുള്ള ആ മമത മാറിട്ട് സർവ്വതും നാം തന്നെയാണ്. സർവ്വത്തിലും പരമാത്മാവ് ആണല്ലോ, അത് നാം തന്നെയാണല്ലോ, നമ്മളിലും അതാണല്ലോ. അപ്പം നാം തന്നെയാണ് എല്ലാം എന്ന് കാണുമ്പോൾ എല്ലാവരോടും സ്നേഹവും ദയയും കരുണയും ഉണ്ടാവും. പിന്നെ എന്ന് വെച്ചിട്ട് നമുക്ക് ഒക്കാത്ത, അതായത് ചട്ടമ്പികളായുള്ള ദുഷ്ടന്മാരുണ്ട്, അവരെ നമുക്ക് വർജിക്കേണ്ടതിന് നമ്മൾ വർജിക്കണം. അത് നമ്മൾ ദൂരെ നിർത്തുക തന്നെ വേണം. ഇന്ന് ലോകം അങ്ങനെയാണ്. അതാണ് നമുക്ക് അങ്ങനെ വളരണം കണ്ണാ. വളരണം കണ്ണാ, എനിക്ക് വളരണം കണ്ണാ, വളർന്നു 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 നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം. വളരണം കണ്ണാ, എനിക്ക് വളരണം കണ്ണാ, വളർന്നു 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 നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം. താപത്താൽ വലയുവോർക്കു തണൽ മരമാകണം, ക്ഷുത്തിനാൽ വലയുവോർക്കു ഫലപ്രദമാകണം. താപത്താൽ വലയുവോർക്ക് തണൽ മരമാകണം, ക്ഷുത്തിനാൽ വലയുവോർക്കു ഫലപ്രദമാകണം. കായ്കളും കനികളും നൽകണം കണ്ണാ, ആത്മാവിലാനന്ദം നിറയ്ക്കണം കണ്ണാ. താപത്താൽ വലയുവോർക്ക് തണൽ മരമാകണം, ക്ഷുത്തിനാൽ വലയുവോർക്ക് ഫലപ്രദമാകണം. കായ്കളും കനികളും നൽകണം കണ്ണാ, ആത്മാവിലാനന്ദം നിറയ്ക്കണം കണ്ണാ. താപത്താൽ വലയുവോർക്കു തണൽ മരമാകണം, ക്ഷുത്തിനാൽ വലയുവോർക്കു ഫലപ്രദമാകണം. കായ്കളും കനികളും നൽകണം കണ്ണാ, ആത്മാവിലാനന്ദം നിറയ്ക്കണം കണ്ണാ. വളരണം കണ്ണാ, എനിക്ക് വളരണം കണ്ണാ, വളർന്നു 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 നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം. വളരണം കണ്ണാ, എനിക്ക് വളരണം കണ്ണാ, വളർന്നു 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 നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം. ആ വൃക്ഷത്തെ കണ്ടാൽ അത് വലിയൊരു വൃക്ഷമാണ്, വൻമരമാകണം. പിന്നെ ഒരു പൊന്മരമാകണം, കണ്ടാൽ അതൊരു പൊന്നായിട്ട് അത്ര നല്ല ഭംഗിയായിരിക്കണം. അത് നമ്മളെല്ലാവരും പൊന്മരങ്ങളാവണം. അതായത് എന്താ ഈ പൊന്മരം? ആര് കണ്ടാലും ആകർഷിക്കണം. അതാണ് പൊന്നിനെ കണ്ട, സ്വർണത്തെ കണ്ട ആകർഷിക്കത്തില്ലേ? അതുപോലെ നമ്മളാകുന്ന ആ വൃക്ഷം എൻ്റെ എല്ലാ ഭക്തമക്കളെ എല്ലാവരും കാണുമ്പോൾ ആ മകൾ കൊള്ളാം, അല്ലെ ആ മകൻ കൊള്ളാം, എല്ലാവരും അങ്ങോട്ട് ആകർഷിക്കണം. എന്താ ആകർഷിക്കുന്നേ? നമ്മൾ ഈശ്വരകൃപയിൽ നിറഞ്ഞിരിക്കുമ്പോൾ ആ ഒരു വാക്ക്, ഒരു ആശ്വാസം ഒരാൾക്ക് കൊടുക്കുമ്പോൾ എന്തൊരാശ്വാസമാണ്. അതാണ് പൊന്ന്. അതുപോലെ നന്മരം, അത് നന്മ നിറയണം. എല്ലാവർക്കും അത് നല്ലതാണെന്ന് പറയണം. ആ മരം കൊള്ളാം, നന്മയുള്ളൊരു മരമാണ്. ആ കുട്ടിയോ ആ മകളോ അല്ലെങ്കിൽ ആ വല്യമ്മ എന്ത് നല്ലതാ, ആ വല്യമ്മ എന്ത് ഉപകാരം എല്ലാവർക്കും ചെയ്യുന്ന ഒരു വാക്ക് അവർ പറഞ്ഞാൽ എന്ത് നല്ലതാ, ഒരു ആശ്വാസമാണ്.
അതൊരു നല്ല മരമല്ലേ, നന്മ നിറഞ്ഞ മരമല്ലേ. അപ്പം നമ്മളെല്ലാം കൊണ്ടും നന്മ മരമാകണം, പൊന്മരമാകണം, ഒരു വൻ വൃക്ഷമാകണം. എന്താണ്, ആർക്കായാലും നമുക്ക് ആശ്വാസം പകരാനുള്ള ഒരു കൃപ നമ്മളിൽ വരണം. അത് ഈശ്വര കൃപ നമ്മളിലേക്ക് ഒഴുകണം. അപ്പോൾ മാത്രമേ ഒരു നല്ലൊരു വാക്കുകൊണ്ടായാലും ഒരു നോട്ടം കൊണ്ടായാലും ഒരു എന്താ പറയുക, എന്ന് വെച്ചാൽ ഒരു വൃക്ഷത്തിൻ്റെ ഒരു തണൽ, മറ്റവർക്ക് തണലാണല്ലോ ഒരു വൃക്ഷം. ഒരു തണലായാലും മതി. നമുക്ക് എന്തുകൊണ്ടെങ്കിലും ഒരു ആശ്വാസം നമ്മളിൽ നിന്ന് ഉണ്ടാകണം. എന്തെങ്കിലും ഒരു ജീവജാലങ്ങൾക്കെങ്കിലും, ആർക്കെന്നില്ല, ഏത് വകുപ്പായാലും നമ്മൾ നന്മ കൊണ്ട് നിറയ്ക്കണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ മക്കളും അങ്ങനെ, എൻ്റെ ഭക്തമക്കളെല്ലാം അങ്ങനെ ആകണം. അതുകൊണ്ട് പറയുന്ന എല്ലാവർക്കും നമസ്കാരം. കായേന വാച മനസേന്ദ്രികൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി ജാദ്യൽ സകലം പരസ്മൈ നാരായണായേനിധി സമർപ്പയാമി ഓം. നാരായണായേനിധി സമർപ്പയാമി ഓം. നാരായണായേനിധി സമർപ്പയാമി.